നമ്മൾ ശഅബാൻ മാസത്തിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കത്തിലാണ്. ഏതൊരു ലക്ഷ്യമാണോ റമദാനിലൂടെ അള്ളാഹു തൻ്റെ ദാസന്മാരിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഒരു മാറ്റത്തിന് നമ്മളും തയ്യാറാകണം, നമ്മൾ മാറാൻ തയ്യാറാകണം. നോമ്പിലെ ആചാര അനുഷ്ഠാനങ്ങൾ, അതിലെ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, പ്രതിഫലങ്ങൾ എല്ലാം വളരെ ഗൗരവപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. അവകൾ പുലരാനാവശ്യമായ കർമ്മങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ പുലർന്നു കാണണം. കാരണം നോമ്പ് ഏതൊരു ലക്ഷ്യമാണോ വെക്കുന്നത്, ആ വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ദൈവഹിതത്തിനനുസൃതമായിക്കൊണ്ട് അതിലേക്ക് അടുക്കാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ സ്വാർത്ഥതകൾക്കും നമ്മുടെ ദേഹേച്ഛക്കും എതിരായിക്കൊണ്ട് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ മുൻകടന്നു നിൽക്കണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യങ്ങളെ കുറിച്ച്, ഭൗതികമായ വിഭവങ്ങളെ കുറിച്ച്, അത് ആസ്വദിച്ചും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നതിന് പകരം പടച്ച തമ്പുരാനെ മറക്കുകയും പരലോകം വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് നോമ്പ് ഇത്തരത്തിലുള്ളൊരു വിസ്മൃതിക്ക് പരിഹാരമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോ സൂറത്തുൽ നൂറിലെ 30-ാമത്തെ ആയത്താണ് മുഖദ്ദിമയിൽ ഓതി വച്ചിട്ടുള്ളത്. അതിനെ മുൻനിർത്തിയിട്ട് ചില കാര്യങ്ങൾ കൂടി മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മളെ പ്രത്യേകം, വിശ്വാസികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. വിശ്വാസികളോട് പ്രത്യേകം പറയണം, കുല്ലിൽ മുഅ്മിനീന, അല്ലയോ പ്രവാചകരെ, വിശ്വാസികളോട് പ്രത്യേകമായിട്ട് പറയണം. എന്താണ് പറയേണ്ടത്? നമ്മുടെ കണ്ണുകൾക്കൊരു സൂക്ഷ്മത വേണം. കണ്ണിങ്ങനെ അനിയന്ത്രിതമായിട്ട് നമ്മൾ തൊടുത്തുവിടുന്ന അസ്ത്രം മാതിരി, പെരുന്നാളിനൊക്കെ നമ്മളിങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോൾ ചില പടക്കങ്ങൾ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല? ഈ മാതിരി നിയന്ത്രണം വിട്ട് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു കടിഞ്ഞാനിടണം, താഴ്ത്തണം. നമ്മുടെ ഗുഹ്യ അവയവങ്ങളെ നമുക്കൊരു കരുതല് വേണം, സൂക്ഷിക്കണം. എന്നിട്ട് അതാണ് മാന്യത എന്ന് പറയുന്നത്. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെയും മുമ്പിൽ മാന്യതയ്ക്ക് ശ്രമിക്കുമ്പോഴും ആരും കാണാത്തിടത്ത് ഈ മാന്യതനെ പകൽമാന്യന്മാർ എന്ന് പറയാറില്ല. ഖുർആനിന്റെ വർത്തമാനം ഇങ്ങനെ അളന്നു തൂക്കി ഇങ്ങനെ ഞൊട്ടുക എന്ന് പറയുന്നു. കറക്റ്റ് ആ മർമ്മം നോക്കി ഞൊട്ടുക എന്ന് പറയുന്നു. നമ്മളെ തട്ടി ഉണർത്തുകയാണ്. വിശ്വാസിയാണ്, പരലോകമുണ്ട്, നിസ്കാരമുണ്ട്, അള്ളാഹുവിനെ പേടിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ
നമുക്ക് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ളിടത്ത് അള്ളാഹു കടന്നു പിടിക്കുകയാണ്. ഭൗതികമായ ഔദാര്യങ്ങൾ നമ്മളെ അള്ളാഹുവിനെ വിസ്മരിക്കുന്ന പോലെ തന്നെ നമ്മുടെ പല താല്പര്യങ്ങൾ, ജനിതകമായ പല താല്പര്യങ്ങളും നമ്മളെ തെറ്റിലേക്ക്, കുറ്റത്തിലേക്ക്, പിശാചിനെ സഹായിക്കുന്നിടത്തേക്ക് എത്തിമാറാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നമ്മെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പലതും ആരും അറിയുന്നില്ലെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണമെന്ന് നമ്മളോട് പറഞ്ഞേക്കാനാണ് അള്ളാഹു റസൂലിനോട് പറയുന്നത്. കുത്തഴിഞ്ഞ ഒരു ലൈംഗികമായ ആഭാസത്തിലേക്ക് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ദുരന്തത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയമായ ചർച്ച വ്യാജ ലൈംഗികമായ ആരോപണത്തെ തുടർന്ന് ഒരു യുവാവ്, നമ്മുടെ തൊട്ടടുത്ത് പയ്യന്നൂര് ആണ്, യുവാവ് ജീവനൊടുക്കിയത് അതിന് കാരണക്കാരിയായ യുവതിയെ കുറിച്ചിട്ടൊക്കെയാണ്. ഇതിൽ ആരാണ് യഥാർത്ഥ പ്രതി, കുറ്റവാളി, ഈ ചർച്ചയൊക്കെ വേറെ വിഷയം തന്നെ. പക്ഷെ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് ലൈംഗികതയെ നോർമലൈസ് ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അവിടുത്തെ മർമ്മം ലൈംഗികതയാണ്. കേരളത്തിന്റെ തന്നെ അധികാര കസേരകളെ പിടിച്ചുലക്കുന്നതിൽ, നമ്മുടെ രാഷ്ട്രീയത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്നതിൽ മേനി അഴകുള്ള പെണ്ണുങ്ങൾക്ക് സാധിക്കുന്നു എന്ന് വന്നാൽ ഇവിടത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, മതമേലാളന്മാർ വരെ പെൺവാണിക മുതലാളി മുതലാളന്മാരുടെ മുമ്പിൽ വല്ലാതെ വിയർക്കുന്നുവെങ്കിൽ ലോകത്ത് തന്നെ പലർക്കും അധികാരവും ചെങ്കോലും നഷ്ടപ്പെട്ടത്, ഭരണകൂടങ്ങൾ തകർന്നു വീണത്, മതപുരോഹിതന്മാർ പ്രതിക്കൂട്ടിലകപ്പെട്ടത്, കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായതിന്റെ ഒക്കെ മൂല കാരണം നമ്മുടെ കാമവികാരങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ലൈംഗികത എന്ന് പറയുന്നത് തെറ്റാണ് എന്നല്ല ഇസ്ലാം പറയുന്നത്. നേരെ മറിച്ച് സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടികൾക്ക് സംവിധാനിച്ചു തന്ന നൈസർഗികമായ ഒരു ഗുണമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് മനുഷ്യരുടെ ജീവശാസ്ത്രപരമായ അനിവാര്യതയാണ്. ഇണചേരാനുള്ള ആ ഒരു അഭിനിവേശമുണ്ടല്ലോ, പരസ്പരം ആകർഷണീയത, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ ഒരു ആകർഷണീയത, ഒന്നിൽ നിന്ന് വേർപെട്ടു പോയ രണ്ട് പകുതികൾ അത് ഒന്നായി മാറാനുള്ള ഒരു അഭിവാഞ്ച, ഈ ഒന്നാവലിലൂടെയാണ് ഇവിടെ സന്താനോൽപാദനം നടക്കുന്നത്. തലമുറകളുടെ നിലനിൽപ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്രത്യുൽപാദനം നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു പ്രകൃതി ജന്യമായ ഒരു പ്രക്രിയയെ ഇസ്ലാം കയറൂരിടുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് നിയന്ത്രണം, ഉപാധി വെച്ചു, നിരുപാധികമല്ല ഉപാധികളോടെ മനുഷ്യരല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ജന്തുജാലങ്ങളും ഉപാധികളില്ലാതെ പ്രത്യുൽപാദനം നടക്കുമ്പോൾ ബലിഷ്ഠമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വർഗങ്ങൾ, ആൺ പെൺ എന്ന് പറയുന്ന പരസ്പരം ആകർഷിക്കപ്പെടുന്ന രണ്ട് വർഗങ്ങൾ, അവർ ഒന്നായി മാറാൻ പാടുള്ളൂ. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട്, മഹല്ലത്തിനെ സാക്ഷി നിർത്തിയിട്ട്, ക്ഷണിക്കപ്പെട്ട ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഒരു ജനിതക വികാരത്തെ, ജന്മസിദ്ധമായ
നമ്മുടെ ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നത് അത് വിശ്വാസത്തിന്റെ ബലത്തിലായി മാറുക എന്ന് പറയുന്നത്. എന്നല്ല അത് പുണ്യകരവും പ്രതിഫലാർഹവുമായിട്ട് മാറുക. നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. നമുക്ക് ലൈംഗികമായ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, വികാരം എന്ന് പറയുന്നത്, കാമം എന്ന് പറയുന്നത് നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. പക്ഷേ നമുക്ക് കഴിയും. വിശ്വാസത്തിന്റെ ബലത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. തോന്നിയ പോലെ പ്രത്യുൽപാദനമാണല്ലോ ലൈംഗികതയിലൂടെ നടക്കേണ്ടത്, ലൈംഗിക വേഴ്ചയിലൂടെ നടക്കേണ്ടത്. പക്ഷെ അത് തോന്നിയ പോലെ പാടില്ല. അതുകൊണ്ടാണ് വ്യഭിചാരം ഇസ്ലാം പാടില്ല എന്ന് നിഷിദ്ധമാക്കി. എന്നല്ല അത് വലിയ പാപമാണ് എന്ന്, അത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞു. അതേ പ്രക്രിയ തന്നെ അനുവദനീയമായ മാർഗങ്ങളിലൂടെ നടക്കുമ്പോൾ, നിക്കാഹിലൂടെ നടക്കുമ്പോൾ അത് പ്രതിഫലാർഹവും പുണ്യകരവുമായിട്ട് മാറുക. ഒന്ന്, അള്ളാഹുവിന്റെ ആയാത്ത് പ്രകൃതിപരമാണെന്ന്. വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രകൃത്യാ നടക്കേണ്ടതാണ്, പ്രകൃതിപരമാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമായി മാറുക. നമ്മുടെ ആഗ്രഹത്തെ വിശ്വാസം എന്ന് പറയുന്ന ഒരു മഹാശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുക, നിയന്ത്രിച്ചു നിർത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം, ഖലീഫത്തുള്ള എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച മനുഷ്യൻ ആ ലക്ഷ്യസാഫല്യത്തിലേക്ക് മുന്നേറുമ്പോ അവിടെ പോലും തങ്ങളുടെ സ്വാർത്ഥത സ്വാധീനിക്കപ്പെടാൻ പാടില്ല. ഒരിക്കലും തടുത്തു നിർത്താൻ വയ്യാത്ത ആഗ്രഹങ്ങളെ പോലും അള്ളാഹുവിന്റെ താല്പര്യത്തിന്, അള്ളാഹുവിന്റെ ഇച്ഛകൾക്ക് മേലെ കടന്നു പോകാൻ പാടില്ല. ദേഹേച്ഛ അവിടെ തടസ്സമായിട്ട് മാറാൻ പാടില്ല. മിസ്റിലെ പ്രഭുഭക്തിക്ക് യൂസഫ് നബി അലൈഹിസ്സലാമയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല. സൂറത്ത് യൂസഫ് നമ്മൾ എടുത്തൊന്ന് പാരായണം ചെയ്തു നോക്കണം. യൂസഫ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട സംഭവ ബഹുലമായ വലിയൊരു രാഷ്ട്രീയ സാമൂഹികമായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ, അതുപോലെ തന്നെ നമ്മുടെ തെറ്റായ ജീവിത രീതികളെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ലൈംഗികമായ അഭിനിവേശങ്ങളെ, ആഭാസങ്ങളെ എത്ര മനോഹരമായിട്ടാണ് അത് കൈകാര്യം ചെയ്ത്. നിങ്ങളെടുത്ത് പഠിച്ചു നോക്കണം, പരിശോധിച്ചു നോക്കണം. മിസ്റിലെ പ്രഭുഭക്തിക്ക് തോന്നിയ ഒരു ദുർമോഹത്തിന് എതിർ നിൽക്കാൻ അദ്ദേഹത്തിന്റെ വിശ്വാസം കരുത്തേകി എന്നാണ്. ഞാൻ എന്റെ മനസ്സിനെ നിരപരാധിയൊന്നും ആക്കണില്ല. എത്ര കൃത്യമായ വർത്തമാനമാണ്. ഞാൻ എന്റെ മനസ്സിനെ നിരപരാധിയാക്കുന്നത് കുറ്റത്തിൽ നിന്ന്, മോഹത്തിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന് ഞാൻ നിരപരാധിയാക്കുന്നില്ല. എന്റെ മനസ്സ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം, ആ കാരുണ്യം ലഭിച്ചതൊഴിച്ച് അള്ളാഹു ഏറെ കാരുണ്യവാനും പൊറുക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ടല്ലോ, രക്ഷപ്പെട്ടു പടച്ചവൻ, റബ്ബേ നീ എന്നെ കാക്കണേ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇന്ന റബ്ബി അഹ്സന മസ്വ, എന്റെ കിടപ്പറയുണ്ടല്ലോ, എന്റെ കിടപ്പറ സജ്ജമാക്കിയിട്ടുള്ളത് അള്ളാഹുവായിരിക്കെ. എന്തൊരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിന്റെ. നമ്മുടെ ഒരു ആഗ്രഹത്തെ ഇത്ര സർഗാത്മകമായിട്ട്, നമ്മുടെ കൊതിയെ, നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ ആ ഒരു ശയിക്കാനുള്ള, നമ്മുടെ ഇണയൊത്ത് ശയിക്കാനുള്ള ആഗ്രഹത്തെ പോലും അള്ളാഹുവുമായിട്ട്
ബന്ധിപ്പിക്കുകയാണ്. എന്റെ കിടപ്പറ സജ്ജമാക്കിയിട്ടുള്ളത് അള്ളാഹുവായിരിക്കെ അവിടെ എനിക്ക് അബദ്ധം പറ്റുവാൻ പാടില്ല. അവിടെ അബദ്ധം എനിക്ക് സംഭവിച്ചാൽ നിസ്സാരമായ ഒരു നൈമിഷിക സുഖത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ അവിടെ അള്ളാഹുവിനെ മറന്നാൽ ഒരിക്കലും അക്രമി ജീവിതത്തിൽ വിജയിക്കുകയില്ല എന്നാണ്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങൾ, ഇസ്ലാം നിശ്ചയിച്ച ഉപാധികൾക്ക് വിരുദ്ധമായി തങ്ങളുടെ താല്പര്യങ്ങളെ കെട്ടഴിച്ചു വിട്ടവരുടെ മാനസികമായ അവസ്ഥ എത്ര സുഖസംതൃപ്തിയിലാണെങ്കിലും അസ്വസ്ഥതകൾ പേറിക്കഴിയുന്നിടത്ത് ആ ഒരു മാനസികാവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പോലും അങ്ങനെയാണ് പറയുന്നത്. അവൻ സ്വസ്ഥനായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ വികാരങ്ങളെ അനിയന്ത്രിതമായി കയറൂരി വിടുന്നവർ ജീവിതത്തിൽ അസ്വസ്ഥനായിരിക്കും എന്നുള്ളതാണ്. വലഖദ് ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹി ലൗലാ അൻ റആ ബുർഹാന റബ്ബി. അവൾക്ക് മാത്രമല്ല അവനിൽ എന്ന് പറഞ്ഞാൽ പ്രഭുപത്നിക്ക് മാത്രമല്ല യൂസഫ് നബി അലൈഹി ഇസ്ലാമയോട് ആഗ്രഹം ജനിച്ചത്. യൂസഫ് നബി അലൈഹി ഇസ്ലാമക്കും ചിലത് തോന്നിപ്പോയി. പക്ഷെ അവിടെ തന്റെ റബ്ബിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ബോധ്യം, അള്ളാഹു എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന ബോധ്യം, പാപത്തിൽ നിന്നും മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് തുണയായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ യൂസഫ് നബി അലൈഹി ഇസ്ലാമയുടെ ദൈവബോധം, തഖ്വ, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലിസീൻ, അദ്ദേഹത്തിന്റെ തഖ്വ അതിന് രക്ഷയായി മാറി എന്നുള്ളതാണ്. ഈ ഒരു മർമ്മമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളത്. നമ്മുടെ ദൈവേച്ഛയും ദേഹേച്ഛയും നമുക്കൊക്കെ നല്ല മുത്തഖിയാകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വാർത്ഥത, ആ ഒരു തഖ്വാബോധം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതോടൊപ്പം തന്നെ ചുറ്റും മലീമസമായ നമ്മുടെ ഭൗതികാസക്തിയുടെ, നമ്മുടെ കാമവികാരങ്ങളുടെ, നമ്മുടെ വൈകാരികമായ ദേശത്തിന്റെ, കോപത്തിന്റെ, അസൂയയുടെ, വിദ്വേഷത്തിന്റെ, നമ്മുടെ അമിതമായ ആർത്തിയുടെ ഒരുപാട് മലീമസമായ പൈശാചികമായ ഒരു വലയം നമ്മിൽ നിലനിൽക്കുമ്പോൾ, നമ്മെ അതിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് നിലയുറപ്പിക്കാനുള്ള തഖ്വ നമ്മൾ നേടിയെടുക്കുന്നു. നോമ്പിലൂടെ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നതാണ്. ആ നോമ്പിൽ മാത്രം പ്രാർത്ഥനകളൊക്കെയായി കഴിഞ്ഞുകൂടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അബദ്ധം സംഭവിക്കുന്നുവെങ്കിൽ, നമ്മുടെ ദേഹേച്ഛകൾക്ക് വഴിപ്പെടുന്നുവെങ്കിൽ, കുത്തിബ അലൈക്കുമുസ് സിയാം, എന്തിനാണ് നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ തഖ്വയുള്ളവരായിട്ട് മാറണം. എവിടെ? നോമ്പ് കാലത്തല്ല, നോമ്പിലൂടെ നേടിയ കരുത്ത് പരിശീലനത്തിലൂടെ ജീവിതത്തിലെന്നും നമ്മുടെ ഇച്ഛകളെ, നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കലാണ്. നമ്മൾ നിയന്ത്രണം വിട്ടുപോകുന്നിടത്ത് നമ്മെ പിടിച്ചു നിർത്തുന്ന കടിഞ്ഞാൺ, അത് നമ്മുടെ തഖ്വ, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ബോധ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഇതിന് നമുക്ക് കഴിയണില്ലെങ്കിൽ ഈ നോമ്പ് വെറും ഒരു സമ്പ്രദായമായി മാറും എന്നതല്ലാതെ നമുക്ക് ഗുണപ്പെടുകയില്ല. അല്ലെ, സമൂഹം ഇങ്ങനെ ഇക്കിളിപ്പെട്ട് രോമാഞ്ചമണിഞ്ഞ് അഭിരമിക്കുന്നിടത്ത് നമ്മുടെ ധാർമ്മികത വഴിമുട്ടും. ഇവിടെ നോമ്പിലൂടെ നമ്മൾ ചെയ്യുന്നത് ധാർമ്മികതയുടെ ആ വഴികെട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ ലൈംഗികമായ ആഭാസത്തെ കുറിച്ചിട്ടാണല്ലോ തുടങ്ങി വെച്ചത്. അശ്ലീലത എന്ന് പറയുന്നത്
ലൈംഗികത എന്ന് പറയുന്നത് തെറ്റല്ല എന്നിടത്തേക്ക് പൊതുസമൂഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശബ്ദിക്കാൻ എല്ലാവരും ഒന്നിച്ച് ആ ഒരു ആവാസത്തിലേക്ക്, കുടുംബം ഒന്നിച്ചിരുന്ന് പോലും ലൈംഗികമായ മിനി സ്ക്രീനിലിരുന്ന് നമ്മുടെ ലൈംഗികമായ കേളികൾ കാണുന്നിടത്ത് ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ എത്ര വലിയൊരു ധാർമ്മിക ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ബാപ്പ ഇങ്ങനെ മിനി സ്ക്രീനിൽ ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന ഈ നെറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് പ്രോൺ സെക്സ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടുത്തെ സംവിധാനങ്ങൾ, നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, യൂട്യൂബ് ആയാലും എന്തായാലും അതിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്ററികളും വീഡിയോകളുമാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിൽപ്പന ലാഭകരമായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഈ മിനി സ്ക്രീനിൽ ഇരുന്നിട്ട് ഒരു ബാപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോൺ സെക്സിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ മകൻ അവിടേക്ക് പെട്ടെന്ന് കയറി വന്നു. അപ്പോ ബാപ്പ പറഞ്ഞു, മോനെ, ഞാനേ നമ്മുടെ ഇവിടുത്തെ കുറച്ച് വളരെ ദരിദ്രരായ സ്ത്രീകളെ കുറിച്ച് കണ്ടില്ലേ, അവർക്കൊന്നും വസ്ത്രം പോലുമില്ല, ദരിദ്രരാണ്, അവരെ കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോൻ തിരിച്ചു പറഞ്ഞൊരു വർത്താനമുണ്ട്, ബാപ്പ ഇതിനേക്കാൾ ദരിദ്രരായ വിദ്യാർത്ഥിനികൾ പഠിക്കുന്നിടത്താണ്, കോളേജിലാണ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു നർമ്മം നിങ്ങൾ ഉൾക്കൊള്ളണം കേട്ടോ. കാരണം ആ കുട്ടി പറയണെന്നിട്ട് അവരുടെ ഡ്രസ്സിൽ പോലും കൈയില്ല, സ്ലീവ്ലെസ് ആണ്. അവർക്ക് ഇറക്കം പോലും ഒരു മുഴുവൻ ശരീരം മുഴുവൻ മറക്കുന്ന ഉടുപ്പില്ല, ഒരു ഫുൾ ഫ്രോക്കിനുള്ള തുണിതകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കാലം എത്ര മാറി. നമ്മുടെ ഒരു വസ്ത്ര സങ്കല്പം തന്നെ മാറിയില്ലേ. എക്സ്പോസ് ചെയ്യപ്പെടുന്ന, പ്രദർശിപ്പിക്കപ്പെടുന്ന, ശ്രദ്ധിക്കണമെന്ന ആഗ്രഹത്തോട് കൂടി വസ്ത്രം ധരിക്കുന്നിടത്തേക്ക്. പണ്ടൊക്കെ കുട്ടികള് നാണം പൊത്തിയിരുന്നിടത്ത് ഇന്ന് വസ്ത്രം ധരിക്കുന്നത് കുട്ടികളെ ലജ്ജിപ്പിക്കുന്നുവെങ്കിൽ ഇത് ആരാണിത്? പുറത്തല്ല സംഭവം നടക്കുന്നത്, നമ്മുടെ വീടകങ്ങളിൽ 5 നേരം മുടങ്ങാതെ നമസ്കരിക്കുന്ന, ജമാഅത്തിൽ കൃത്യത പുലർത്തുന്ന, സുന്നത്ത് നോമ്പെടുക്കുന്ന, മാസാമാസത്തിലെ മുഴുവൻ സുന്നത്ത് നോമ്പുകൾ ആഴ്ചയിലെടുക്കുന്ന, അല്ല റമദാനിന് വേണ്ടി കാത്തിരിക്കുന്ന, ഹത്തമ തീർക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന കുടുംബത്തിലെ എന്റെ മക്കൾ, നിങ്ങളുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ മരിച്ച വീട്ടിൽ ഭയങ്കര തക്കുവയല്ലേ. എന്തൊരു തക്കുവയാ! തലയിലിടല്, ഖുർആനോടല്, കല്യാണ വീട്ടിലെ നമ്മുടെ വസ്ത്രധാരണ രീതികൾ എങ്ങനെയാണ്? എന്തോ ഒന്ന് എക്സ്പോസ് ചെയ്യപ്പെടുന്നിടത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എത്ര ആസൂത്രിതമായിട്ടാണ് ഇതൊരു അജണ്ടയാക്കി മാറ്റുന്നത്. ഇവിടത്തെ സംസ്കാരം, ദൈവവിരുദ്ധ ലിബറൽ സംസ്കാരം നമ്മുടെ മക്കളിൽ എത്ര ആസൂത്രിതമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ ലെഗിൻസ് ഉണ്ടല്ലോ, ചുരിദാറ്, ബോട്ടം ടോപ്പില് ഈ ബോട്ടം ഈ സ്കിൻ കളർ, അതായത് നമ്മുടെ തൊലിയുടെ കളറിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അരച്ച് തേച്ച്, തുണി ഇങ്ങനെ അരച്ച് തേച്ച് ഒട്ടിച്ച പോലെയായിരുന്നു ലെഗിൻസ്, സ്കിൻ കളറിൽ. നമുക്കറിയില്ല കുട്ടി ഇട്ടിരിക്കുന്നത് ബോട്ടം ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. വളരെ ടൈറ്റ് ആയിട്ടാണ് ഇട്ടിരുന്നത്. നമ്മളതൊക്കെ വലിയ ഫാഷനായി നമ്മൾ തൊപ്പി വെച്ച് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ മക്കളെ ഈ കോലത്തിൽ കൈപിടിച്ച് ഭാര്യയും മക്കളും ഒന്ന് പോയപ്പോൾ നമുക്ക് ലജ്ജ തോന്നിയില്ല. നമ്മൾ പരിഷ്കാരമായിട്ട് കണ്ടു അതിനെ. നിങ്ങൾ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ തീവണ്ടിയിൽ യാത്ര ചെയ്തു നോക്കൂ, ബസ് സ്റ്റാൻഡിൽ നോക്കൂ, നമ്മുടെ കലാലയങ്ങളിൽ നോക്കൂ. നമ്മുടെ മുസ്ലിം കുട്ടികളാണ്, മറ്റുള്ളവരവിടെ നിൽക്കട്ടെ, നമ്മുടെ മക്കൾ മുസ്ലിം കുട്ടികളെ മാറ്റൂ. എന്റെ മക്കൾ, നിങ്ങളുടെ മക്കൾ നമ്മൾ നോക്കാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? തൊപ്പിയെ കുറിച്ച് നിസ്കരിക്കാൻ പോകുമ്പോ തൊപ്പി വെക്കുമ്പോ
കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കുന്ന നമ്മൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത്? അപ്പോ ഈ ലെഗിൻസ് അരച്ചു തേച്ച് പിടിപ്പിച്ച മാതിരി ടൈറ്റ് ഡ്രസ്സിൽ നിന്ന് ഇപ്പോൾ ലെഗിൻസ് ഔട്ടായി, ബോട്ടവും ടോപ്പും എന്ന് പറയുന്നിടത്ത് ബോട്ടം ഇപ്പോഴത്തെ മക്കളിൽ ഔട്ടായി. കുട്ടികൾക്ക് അരക്ക് കിഴിപ്പോട്ട് ഡ്രസ് ഇല്ല, അവർ ടോപ്പ് മാത്രമാണ് ധരിക്കുന്നത്. മുട്ടിന്റെ മേലേക്ക് കയറി വരുന്നു. അവരുടെ കൈകൾ ഇറക്കമുണ്ടായിരുന്നിടത്ത് അരക്കൈ പോലുമില്ല, സ്ലീവ്ലെസ്സിലേക്ക്. ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നിടത്തേക്ക് വരുന്നുവെങ്കിൽ അവസരങ്ങളെ തടയാനാണ് ഇസ്ലാം പറഞ്ഞത്. ലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അതിലേക്ക് സമീപിക്കരുത്, അവസരങ്ങൾ സൃഷ്ടിക്കരുത്. നമ്മൾ എന്താ പറയാ? ഈമാനുള്ളവർക്ക് നോക്കാൻ പറ്റൂല എന്ന്. എവിടെയാണ് നമ്മുടെ ഈമാൻ? ഈമാൻ ഇല്ല. നമ്മൾ നോക്കിപ്പോകും. അതിന് മൗലവിന്നോ ഉസ്താദെന്നോ ആരുമില്ല. ഏറ്റവും കൂടുതൽ പ്രോക്സോ കേസുകളിൽ പ്രതികളാരാ? മതപുരോഹിതരല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. വളരെ ലാഘവത്തോടുകൂടി നോർമലൈസ് ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് വളരെ മൗലികമായ ഒരു സംസ്കാരത്തെ അധാർമികതയിലേക്ക്, ജീർണതയിലേക്ക്, സംസ്കാര ചുതിയിലേക്ക് നമ്മൾ അറിയാതെ എടുത്തെറിയപ്പെടുന്നുവെങ്കിൽ, അതിനെ പരിഷ്കാരമായി നമ്മൾ കൊണ്ടു നടക്കുന്നത് ആരാണ്? ഇവർക്ക് ഡ്രസ്, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് നമ്മളല്ലേ? നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ മക്കൾ പോയി അത് വാങ്ങുന്നത്? എന്തൊരു അധപ്പതനമാണ് ഈ സമുദായം. അതുകൊണ്ട് ഈ ഒരു തിരിച്ചുവരവിന് നമുക്ക് കഴിയണം. ഞാൻ നിർത്തുകയാണ് ഇവിടെ. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക, നിങ്ങൾ നിയന്ത്രിക്കുക. നമ്മൾ നമസ്കാരത്തിന്റെ പള്ളിയിൽ ഈമാനുണ്ട്. ഇവിടുന്ന് പള്ളിയിലേക്ക് പുറത്തിറങ്ങുമ്പോ നമ്മുടെ ഈമാനിനെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഈമാനുള്ളവർക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നോക്കിപ്പോകും. ഈമാൻ എന്നുള്ള വാക്ക് പോലും ഭംഗിവാക്കാം. അറിയാതെ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നതിന് നമ്മളായി അവസരങ്ങൾ ഉണ്ടാക്കരുത്. ഇതിലാണാണോ പെണ്ണാണോ എന്നതൊന്നും വ്യത്യാസങ്ങളില്ല. പരസ്പരം ഒരു ഇടപഴകൽ, മിങ്കിൾ കൾച്ചറിലേക്ക്. ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ നമുക്ക് ചുറ്റുപാടുകൾ വീക്ഷിച്ചാൽ മനസ്സിലാകും. അവിടെ നമ്മുടെ കണ്ണുകളെ നമുക്ക് നിയന്ത്രിക്കാൻ, കടിഞ്ഞാണിടാൻ, നമ്മുടെ ലൈംഗികമായ നമ്മുടെ നാണത്തെ മറക്കാൻ, നമ്മുടെ നാണത്തെ മറക്കാൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നോമ്പ് അതിന് ഗുണകരമായിട്ട് മാറണം. വിവാഹം കഴിക്കാത്ത വിശദീകരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഞാൻ നിർത്തുക. നോമ്പ് പിടിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ല, വിവാഹം കഴിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം, അത് വിവാഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ലൈംഗികമായ ബന്ധങ്ങളുണ്ടല്ലോ, സ്ത്രീ പുരുഷ ബന്ധം നടക്കേണ്ടതുണ്ടല്ലോ. ഇതിന് കഴിയാത്തവർ നോമ്പ് പിടിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പിനതിന് കഴിയും. നമ്മുടെ വികാരത്തെ കടിഞ്ഞാണിടാൻ ഈ വരുന്ന നോമ്പ് നമ്മുടെ ഹത്മ തീർക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നതോടൊപ്പം, രാത്രി നമസ്കാരത്തിന്, ഇഅ്തികാഫിന് പ്രാധാന്യം കൽപ്പിക്കുന്നതോടൊപ്പം, പരിധി വിട്ടുപോയ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ലജ്ജാബോധത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ നാണത്തെ തട്ടി ഉണർത്താൻ, നാണമുള്ള ഒരു ലജ്ജയുള്ള ഒരു ഉമ്മത്തായി മാറാൻ ഈ നോമ്പിന് നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമതകൾക്കും ആരോഗ്യപരമായി, സാമ്പത്തികമായി, ശാരീരികമായി, സാംസ്കാരികമായ ജീർണതകളിൽ നിന്നെല്ലാം ഈ സമുദായത്തിന് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ തഖ്വയുള്ളവരായിക്കൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനനുസൃതമായി ജീവിതം നയിക്കാൻ വരും നാളുകൾ
നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه غفور رحيم.